എല്ലാ കൂട്ടുകാർക്കും റാങ്ക് മേക്കിംഗ് സീരീസിന്റെ ക്ലാസ് 5ലേക്ക് സ്വാഗതം. നമ്മൾ NCERT ബേസ് ചെയ്തിട്ട് +1 +2 ആണ് നമ്മളിപ്പോൾ +1 ക്ലാസ്സിലാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത്. NCERTയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ആണ്. നമ്മൾ ടേബിളുകളും വരുന്ന ഓരോ ലെസണിലെയും എവിടെയാണോ നമുക്ക് പോയിന്റ് പഠിക്കേണ്ടത് ആ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തേണ്ടത്. കുറച്ചും കൂടി നിങ്ങൾക്ക് പഠനം ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യുക, വീഡിയോകൾ കണ്ടിട്ട് ക്ലാസ് നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വരുന്ന എക്സാമുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതായിരിക്കും ഓരോ റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി നോർമലായിട്ട് പഠിക്കാൻ വരുമ്പോൾ അത് എല്ലാവർക്കും അറിയും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എക്സ്ട്രോർഡിനറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത് നമ്മുടെ റാങ്കിനെ തന്നെ മാറ്റിമറിക്കും. ഓക്കെ, അപ്പോൾ നല്ല ജോലി സാധ്യത തരുന്ന ക്ലാസ്സുകളാണ്, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ ഈ ലെസണിൽ നമുക്ക് എന്തൊക്കെയാണ്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം പഠിക്കാനുണ്ട്. അതുപോലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാറുണ്ട്. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, പ്രത്യക്ഷ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം, പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, അതിർത്തി നിർണയ കമ്മീഷൻ, സമ്മതിദായകർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലെസണിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ, കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഈ NCERTയിൽ നിന്ന് എടുത്തിട്ട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരും അധികം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നപ്പോൾ എല്ലാവരും കിടന്നിട്ട് അയ്യോ NCERT സമയമില്ല എനിക്ക് വേഗം അപ്ലോഡ് അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഇതൊക്കെ എന്ത് ചെയ്തു, ആദ്യമേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നാലും നമ്മളിപ്പോൾ കേരള ഭരണഘടന സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത ക്ലാസ്സുകളൊക്കെ NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അത് തന്നെ മുഴുവൻ എന്ത് ചെയ്താൽ മതി, പഠിച്ചു മാറ്റിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അത് പ്രയോജനപ്പെടുത്താത്തതിൽ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രയോജനപ്പെടുത്തിയ കുട്ടികൾക്ക് എന്തായാലും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും എന്ന് നോക്കാം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അനേകം മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. രാജ്യത്തെ എന്ത് ചെയ്യും, ഒരു അനേകം മണ്ഡലങ്ങളാക്കിയിട്ട് വിഭജിക്കും. എന്നിട്ട് ഓരോ നിയോജക മണ്ഡലത്തിനും എന്ത് ചെയ്യും, ഒരു പ്രതിനിധി, ഒരു നിയോജക മണ്ഡലം. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് എന്താ പറയാറുണ്ട്, ഓരോരോ ഓരോ ഭാഗത്ത് ഓരോ നിയോജക മണ്ഡലങ്ങളാണ്. അതിലെന്ത് ചെയ്യും, ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ലേ. അപ്പൊ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ ആർക്കാണ്, നമ്മളിപ്പോ നമ്മുടെ ഭാഗത്ത് ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് ചെയ്യുന്നത്. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഒരു കക്ഷിക്ക്, ഇവിടേക്കാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക കേട്ടോ, ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം. അതായത് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ എന്ത് ചെയ്യും, സീറ്റ് ലഭിച്ചെന്ന് വരാം. പക്ഷെ തിരിച്ചും എന്ത് ചെയ്യാം, സംഭവിക്കാം. രണ്ടും ഉണ്ട് കേട്ടോ. സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, അല്ലെങ്കിൽ സഭയിൽ അതായത് സീറ്റിനേക്കാൾ എന്ത് ചെയ്യാം, വോട്ടും വരാം. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടണമെന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. അപ്പൊ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണ്, ഇന്ത്യയും ബ്രിട്ടനുമാണ്. പഠിച്ചല്ലോ. അപ്പൊ എന്തൊക്കെയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പറഞ്ഞത്, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യും, വിഭജിക്കും. എന്നിട്ട് അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. ജനങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് ചെയ്യുക. പക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്യുന്നില്ല, ഭൂരിപക്ഷം വോട്ട് കിട്ടണമെന്നൊന്നും ഇല്ല, നേരെ തിരിച്ചുമാകാം. ഇനി ഇന്ത്യയും ബ്രിട്ടനൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി എന്താണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ എന്തായിരിക്കും, ഒരു നിയോജക മണ്ഡലമായിട്ട് കണക്കാക്കുന്നുണ്ട്. 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര ഉണ്ടാകും, 3 or more അല്ലെ, 3 അതിൽ കൂടുതലോ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എടുക്കുള്ളൂ. പക്ഷെ ഇവിടെ 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ ആർക്കാണ്, രാഷ്ട്രീയ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ സമ്മതിദായകർ സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് ചെയ്യുക, ഇവിടെ രാഷ്ട്രീയ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഓരോ കക്ഷിക്കും അവർ ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായിട്ട് മാത്രമേ സീറ്റ് ലഭിക്കുള്ളൂ കേട്ടോ. വോട്ടുകൾക്ക് ആനുപാതികമായിട്ട് മാത്രമേ സീറ്റ് ലഭിക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വോട്ടിനേക്കാൾ എന്ത് ചെയ്യും, സീറ്റ് ലഭിച്ചെന്ന് വരാം. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും. ഇവിടെ എന്താണ്, ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കണ്ടോ, ഇവിടെ ഭൂരിപക്ഷം വോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും. ഇസ്രായേൽ, നെതർലൻഡ് ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇനി ഇതില്
നമ്മളിപ്പോ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നോക്കി, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ നോക്കി. ഇനി ഹെയർ വ്യവസ്ഥ. എന്താണ് ഹെയർ വ്യവസ്ഥ? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ മറ്റൊരു രീതിയാണ് ഇത് ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1851 മെഷനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നീട് ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന കൃതിയിലും ഈ വ്യവസ്ഥയെ കുറിച്ചിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥയെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ശ്രദ്ധിക്കണം, ഏതിനെയാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് പറയുന്നത്? ഹെയർ വ്യവസ്ഥയാണ് കേട്ടോ. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഹെയർ വ്യവസ്ഥയാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ മുൻഗണനാ വ്യവസ്ഥ, ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഇതൊക്കെ അറിയപ്പെടുന്നത് ഹെയർ വ്യവസ്ഥയാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു 6 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് വെക്കുക. അപ്പൊ ഞാൻ പോയിട്ട് വോട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് 1-ാം സ്ഥാനം കൊടുക്കും, എന്നിട്ട് ഇദ്ദേഹത്തിന് 2-ാം സ്ഥാനം കൊടുക്കും, ഇദ്ദേഹത്തിന് 3-ാം സ്ഥാനം കൊടുക്കും, ഇദ്ദേഹത്തിന് 4 കൊടുക്കും, ഇദ്ദേഹത്തിന് 5 കൊടുക്കും, ഇദ്ദേഹത്തിന് 6 കൊടുക്കും. കണ്ടോ? അപ്പൊ ഞാൻ മുൻഗണനയ്ക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ സ്ഥാനാർത്ഥിക്കും എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് മുൻഗണനാ വ്യവസ്ഥകൾ പറയുന്നത്. ഈ വ്യവസ്ഥയുടെ 4 സവിശേഷതകൾ എന്തൊക്കെയാണ്? 1, ബഹുഅംഗ നിയോജക മണ്ഡലം. 2, ആനുപാതികമായിട്ടുള്ള പങ്ക്. 3, ഒരു ഫലപ്രദമായ വോട്ട്. മുൻഗണനകൾ രേഖപ്പെടുത്തുക, കാരണം മുൻഗണനകൾ ചെയ്യുന്നുണ്ടല്ലോ. 4, വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ. ഈ വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ. ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത് അയർലൻഡ്, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നിവിടങ്ങളിലൊക്കെ എന്താണ്? ഹെയർ വ്യവസ്ഥയാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ലിസ്റ്റ് വ്യവസ്ഥ? അതും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ്. അപ്പോൾ ഹെയറും ലിസ്റ്റും ഒക്കെ എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയിലാണ് വരുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് ബഹുഅംഗ നിയോജക മണ്ഡലം, അതായത് ഒന്നിൽ കൂടുതൽ നിയോജക മണ്ഡലം അനിവാര്യമാണ്. ലിസ്റ്റ് ബഹുഅംഗം പറയുന്നത്, ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഒരു മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഓരോ വോട്ടറും രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാക്കിയ ലിസ്റ്റിന് വോട്ട് നൽകുന്നു. ലിസ്റ്റുകൾ നേടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സീറ്റുകൾ വിഭജിക്കുന്നു. സ്വിറ്റ്സർലൻഡ്, ബെൽജിയം എന്നീ രാജ്യങ്ങള് ഈ വ്യവസ്ഥ പിന്തുടരുന്നുണ്ട്. സ്വിറ്റ്സർലൻഡും ബെൽജിയവും ഏത് വ്യവസ്ഥയാണ്? ലിസ്റ്റ് വ്യവസ്ഥ കേട്ടോ. പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിക്കാണ്. പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ആർക്കാണ്? പാർട്ടിക്കാണ്. ഇനി ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വരണം. ഇന്ത്യയിൽ രാജ്യസഭാംഗങ്ങൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ ലോകസഭയില്ല, രാജ്യസഭാംഗങ്ങൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ നിയന്ത്രിതമായ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഏതിലൂടെയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥാ രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ നമ്മുടെ ലോകസഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ ഇവിടെയൊക്കെ എന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളൊക്കെ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മൾ ഒരിക്കലും രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയോ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെയൊക്കെ പങ്കെടുക്കുന്നത് ആരാണ്? അവിടെ അവരെ ജയിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അയക്കില്ലേ? സംസ്ഥാന നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒക്കെ നമ്മൾ ആൾക്കാരെ അയക്കുന്നുണ്ട്. ആ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ അവരെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് നാം പിന്തുടരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഏത് വ്യവസ്ഥയാണ്? ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ്. ഏതിലെ? രാജ്യസഭാംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിനും പ്രത്യേക കോട്ടയുണ്ടായിരിക്കും. ശ്രദ്ധിക്കണം, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിനും എന്താണ്? പ്രത്യേക കോട്ടയുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, രാജ്യസഭയിൽ നിന്നും കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ലേ? അതാണ്. അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ സംസ്ഥാനങ്ങളിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അയക്കില്ലേ നിയമസഭയിലേക്ക്? MLA മാരിനെ തെരഞ്ഞെടുക്കുന്നില്ലേ? ഈ MLA മാര് വോട്ട് ചെയ്തിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് ലഭിച്ചിരിക്കണം. കോട്ട നിർമ്മിക്കാനുള്ള മാനദണ്ഡം
താഴെ പറയുന്നതിൽ പ്രകാരമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രാജ്യസഭാംഗ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയെ വെച്ചിട്ടാണെന്ന് നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ അയക്കില്ല സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് വോട്ട് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. മറക്കരുത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് അല്ലെ? നമ്മളൊക്കെ ഇലക്ഷൻ ചെയ്യുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സ്വീകരിക്കാൻ കാരണം എന്നാണ് ചോദിച്ചാൽ, കാരണം ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. ഇന്ത്യയെ പോലെ വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് അനുയോജ്യം. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് ഇത് സഹായകമാണ്. വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലേക്ക് മാറിയത്. ഇനി നിയോജക മണ്ഡലങ്ങളുടെ സംവരണം. നമ്മൾ പറഞ്ഞു ഇത്ര നേരം നമ്മൾ ഓരോരോ നിയോജക മണ്ഡലങ്ങളൊക്കെ പറഞ്ഞില്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുക. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നടപ്പിലാക്കുമ്പോൾ പ്രബല വിഭാഗക്കാർ കൂടുതൽ സീറ്റുകൾ നേടുവാൻ സാധ്യതയുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുവാൻ സാധ്യത ഇല്ല. ഇനി ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ രാജ്യത്തിന്റെ, അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഭാഗം ഞാൻ എടുത്ത് പറഞ്ഞു തരാം. നോക്കൂ. 543 സീറ്റുള്ള ലോകസഭയില് 79 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും, 79 അല്ല കൂടുതലുണ്ട് അല്ലെ, 41 സീറ്റുകൾ, ഈ സംഖ്യ ഒന്ന് മാറ്റി പഠിക്കണം കേട്ടോ. നിയോജക മണ്ഡലങ്ങൾ സ്വാഭാവികമായി, അതായത് എന്ത് പഠിക്കുക, ഈ ലോകസഭയിലേക്ക് ഇത്ര സീറ്റ്, പട്ടികജാതിക്കാർക്ക് ഇത്ര സീറ്റ്, പട്ടികവർഗക്കാർക്ക് സീറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലോകസഭയിൽ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് പഠിക്കുക. ഇനി ലോകസഭയില് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നൽകിയ സംവരണം ദുർബല വിഭാഗക്കാർക്ക് ഭരണഘടന അനുവദിക്കുന്നില്ല. സ്റ്റേറ്റ്മെന്റിൽ വരാനൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ലോകസഭയില് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും നൽകി, നമ്മൾ പഠിക്കുന്നില്ലേ പട്ടികജാതിക്കാർക്ക് ഇത്ര, പട്ടികവർഗക്കാർക്ക് ഇത്ര സംവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദുർബല വിഭാഗം മറ്റും നമ്മളവിടെ പഠിക്കാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ദുർബല വിഭാഗങ്ങൾക്ക് ഒരിക്കലും ഭരണഘടന എന്ത് ചെയ്യുന്നില്ല? സംവരണം അനുവദിക്കുന്നില്ല കേട്ടോ ലോകസഭയില്. എന്നാൽ ലോകസഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കും സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന് പിൽക്കാലത്ത് സമൂഹത്തിലെ നാനാ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നെങ്കിലും എന്ത് ചെയ്തിട്ടില്ല? അതായത് ഇപ്പൊ പിന്നെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് സംവരണം വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ഈ ഭാഗങ്ങൾ, ഈ ഫുള്ള് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഠിച്ചല്ലോ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 മറക്കരുത്. 324 മറക്കരുതേ. 324 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം എന്നീ 3 കടമകളാണ് കമ്മീഷൻ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. പഠിച്ചോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1950 മുതൽ 89 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനായിരുന്നു. 1950 to 1989 വരെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഏകാംഗ കമ്മീഷൻ. എന്നാൽ 1989 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് ചെയ്തു? 89 ശേഷം 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി പ്രസിഡന്റ് നിയമിച്ച് കമ്മീഷനെ ബഹുഅംഗ കമ്മീഷനാക്കിയിട്ട് മാറ്റി. അപ്പൊ എത്രയാണ്? 3 പേരാണ്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സമിതി. പഠിക്കണം കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു കമ്മീഷണർമാർക്കും 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയോ ജോലിയിൽ തുടരാം. 6 to 65.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും, അപ്പൊ കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 പേർക്കും, കണ്ടോ നമ്മൾക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ വന്നത്, 3 പേർക്കും തുല്യ അധികാരങ്ങളാണ്. സാധാരണയായി സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കാറുള്ളത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും? സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര പദവിയാണ് ഉള്ളതെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ ശാരീരികമോ മാനസികമോ ആയ അയോഗ്യത തെളിയിക്കപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ, ഫസ്റ്റ് ശ്രദ്ധിച്ചോളൂ, കൊല്ലം കണ്ണൂർ നടന്ന എക്സാമിൽ ഈ ഭാഗത്ത് നിന്നും ചോദിച്ചു. 3 പേർക്ക് കണ്ടില്ലേ, അധികാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നടന്ന ലാബോറട്ടറി അസിസ്റ്റന്റിലെ ഭാഗത്താണ് ഈ ഭാഗത്ത് നിന്നും ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവരെ പുറത്താക്കാവുന്നതാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനു വേണ്ടി ഓരോ സംസ്ഥാനത്തിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ എന്ന് നോക്കാം. 1. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യങ്ങളുമായി മാറ്റം വരുത്തി അവ പുതുക്കുന്നു. പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ തുടങ്ങിയവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുക, അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളൊക്കെ അനുവദിക്കുക ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കണം, തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ ആരിനോടാണ്? രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടൊക്കെ അപേക്ഷിക്കുന്നു. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും ആർക്ക് അധികാരമുണ്ട്? കമ്മീഷൻ അധികാരമുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞു, ശ്രദ്ധിക്കണം, റദ്ദാക്കാനും പറ്റും, നീട്ടിവെക്കാനും പറ്റും. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഫസ്റ്റത്തെ ഇലക്ഷൻ കമ്മീഷണർ അറിയാലോ, സുകുമാർ സെൻ. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 16 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. കൂടാതെ നിരവധി അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ കമ്മീഷൻ നേതൃത്വത്തിൽ നടന്നു. നിരവധി പ്രതിസന്ധികളെ തരം ചെയ്യുന്നതിൽ നിഷ്പക്ഷവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഒരുക്കുന്നതിൽ കമ്മീഷൻ വിജയിച്ചിരുന്നു. ഇനി എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പില് ശ്രദ്ധിക്കണേ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾക്ക് ലഭിക്കുന്ന വോട്ടിന് ആനുപാതികമായിട്ട് സീറ്റ് ലഭിക്കുന്നു. പാർലമെന്റിനും അസംബ്ലിയിലും ചുരുങ്ങിയത് 1/3 ഭാഗം സീറ്റെങ്കിലും സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ടാക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ഇലക്ഷനിലെ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് കുറെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് 1/3 ഭാഗം സീറ്റെങ്കിലും ആർക്ക് സംവരണം ചെയ്യണം പറയുന്നുണ്ട്? സ്ത്രീകൾക്ക് സംവരണം ചെയ്യാൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ വഹിക്കണം. ഇതുമൂലം തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിശോധന വിധേയമാക്കുവാൻ സാധിക്കും. കുറ്റവാളികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ നിന്ന് കർശനമായിട്ട് വിലക്കണം. ഇതൊക്കെ എന്താണ്, നിർദ്ദേശങ്ങളാണ് കേട്ടോ, മുന്നോട്ട് വെച്ച ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ സ്വാധീനം ഒഴിവാക്കണം. രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടർമാർക്കുമുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമായിട്ട് പാലിക്കപ്പെടണം. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കണം. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം രാജ്യത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർബന്ധമായിട്ടും നടപ്പിലാക്കണം. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. കള്ള വോട്ട്, വ്യാജ വോട്ട് തടയുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കണം. പഠിച്ചല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഒറ്റ ഒഴിച്ചുവിടൽ നോക്കാം. എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം, എന്താണ് പരോക്ഷ ജനാധിപത്യം, എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ട വ്യവസ്ഥ, എന്താണ് ആനുപാതിക പ്രാതിനിധ്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്നാണ്, ഒന്നും കൂടി ഷോർട്ട് ആക്കിയിട്ടാണ്. എന്താണ് അതിർത്തി നിർണയ കമ്മീഷൻ, ആരാണ് സമ്മതിദായകർ. ഓക്കെ, പ്രത്യക്ഷ പ്രാതിനിധ്യ ജനാധിപത്യവും
പരോക്ഷ ജനാധിപത്യം. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ വ്യവസ്ഥ. ഇതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അതായത് നമ്മൾ പരോക്ഷമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്, നമ്മൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ വ്യവസ്ഥ. ഇതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെ, FPTP സിസ്റ്റം. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രാതിനിധ്യ സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇതിനെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നും പറയുന്നു. ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടുന്നതായി പ്രഖ്യാപിക്കുന്ന പ്രാതിനിധ്യ വ്യവസ്ഥയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പൊ നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് ആർക്കാണ് ഭൂരിപക്ഷം കൂടുതൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചില്ലേ, അതാണ് കേവലം. ഇനി എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? ഭരണഘടനയിലെ 326, ശ്രദ്ധിക്കണം, 326 വകുപ്പ് ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലേക്കായി വ്യവസ്ഥ ചെയ്യുന്നു. 18 വയസ്സായ ഏതൊരു പൗരനും ജാതിയുടെയോ മതമോ വർണ്ണമോ ഭാഷയോ ലിംഗമോ പരിഗണിക്കാതെ വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന വ്യവസ്ഥയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. എന്താണ് ആനുപാതിക പ്രാതിനിധ്യം? ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ആവിഷ്കരിച്ച വ്യവസ്ഥ. നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ ആനുപാതികമായിട്ട് നിജപ്പെടുത്തുന്ന വ്യവസ്ഥ. പ്രത്യേക നിയോജക മണ്ഡലം. സാമുദായിക അടിസ്ഥാനത്തിലുള്ള സംവരണ രീതി ഒരു പ്രത്യേക സമുദായ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് ആ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർക്ക് മാത്രം യോഗ്യതയുള്ള അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണല്ലോ പ്രത്യേക നിയോജക മണ്ഡലം പറയുമ്പോൾ SC-കാർക്കൊക്കെ സംവരണം ചെയ്തിട്ടില്ല. അതാ ആദ്യത്തെ നിർണയ കമ്മീഷൻ. നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന സ്വതന്ത്ര സമിതിയാണ്. രാജ്യത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും അതിർത്തി ഈ കമ്മീഷൻ നിർണ്ണയിക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത് കേട്ടോ. അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ വോട്ടർ അല്ലെങ്കിൽ സമ്മതിദായകർ. അപ്പൊ നമ്മളൊക്കെ എന്താണ്? പരോക്ഷ ജനാധിപത്യമാണ് അല്ലെ. പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവരെ വോട്ടർ അല്ലെങ്കിൽ സമ്മതിദായകർ എന്ന് പറയുന്നു. അപ്പൊ ഞാന് നമ്മുടെ NCERT-യിലെ 1ാമത്തെ ലെസണിന്റെയും 2ാമത്തെ ലെസണും കൂടിയിട്ട് പഠിക്കാൻ എളുപ്പം, 4ാമത്തെ ലെസൺ കേട്ടോ, 1ാമത്തെ ലെസണും 4ാമത്തെ ലെസണും കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ എളുപ്പമാക്കി വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നത്. നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 ലെസൺ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ലെസൺ ചെയ്തു, പിന്നെ എക്കണോമിക്സിൽ ഒരു ലെസൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ടോപ്പിക്കും NCERT ബേസ് ചെയ്തിട്ട് അത്ര ഡീപ്പ് ലെവലാണ് നമ്മൾ ഓരോ സുപ്രധാന നിയമങ്ങളും കേരള ഭരണ സംവിധാനം, എക്കണോമിക്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം അങ്ങനെയാണ്. അപ്പൊ നല്ല രീതിയിൽ മാർക്കാക്കി മാറ്റുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക. കാരണം യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരണ്ട എന്ന് കണ്ടാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അതിലുണ്ട്. സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് എടുത്ത് കാണാം. എല്ലാം NCERT, അതായത് +1 +2 NCERT SCERT എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടാണ് ഓരോ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മാറ്റുക കേട്ടോ. നമുക്ക് താഴെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ ഒന്ന് കമന്റ് കൂടിയിട്ട് രേഖപ്പെടുത്തിയിട്ട് പോകണം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലെ വീണ്ടും കാണാം. താങ്ക് യു.